തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി വായോ വായോ നീ എൻ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാരനായി കൂടെ വരാ പൊന്നും മിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചിത്തേവരല്ലേ വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ടുപൊങ്കലൻ നെഞ്ചിലല്ലേ. ഒരു സിനിമ പോലെയാണ് പാട്ടും. കാര്യം സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അതുപോലെ തന്നെ പാട്ടും. ഒരു പാട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് സംഗീത സംവിധായകൻ തന്നെയാണ്. അതിന്റെ ജനനം മുതൽ അതിന്റെ ജനങ്ങൾ കേൾക്കുന്ന അവിടം വരെ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടല്ലോ. അതെ അതെ. അപ്പോൾ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മനസ്സിൽ പെട്ടെന്ന് ഈ പാട്ടിന്റെ ട്യൂൺ ഇട്ടത് ഈ രഥോത്സവം എന്നുള്ള സിനിമ ഞങ്ങൾക്ക് അനിൽ ബാബുവിന്റെ അതിനായിട്ടുള്ള ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അദ്ദേഹം 3-4 പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു ആൽബം തൃശ്ശൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേതന സ്റ്റുഡിയോയിൽ. അപ്പോഴാണ് അവരവിടെ വരുന്നത്. അവരും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എറണാകുളത്തുകാർ വിജയ മൂവീസ് അവരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞിങ്ങനെ നമുക്കൊരു സിനിമ ചെയ്യണം, തമിഴ് കൾച്ചറാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ മാമൂലുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഈ പല്ലവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തമിഴ് കൾച്ചർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു തമിഴ് കൾച്ചറിനോട് ബന്ധപ്പെട്ടൊരു ട്യൂണാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഈ ട്യൂണ് ഇവരെന്ന് കേൾപ്പിച്ചാലോ എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. മറ്റു പാട്ടുകളൊക്കെ സിറ്റിംഗ് സമയത്ത് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു റൊമാൻറ്റിക് സോങ് വേണം എന്നുള്ളത്തേക്കും ഇങ്ങനെ ഒരു ട്യൂൺ ഞങ്ങളുടെ കയ്യിലുണ്ടൊന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് പടത്തിന് പറ്റിയ പാട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ചരണം കൂടി ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗിരീഷ് പുത്തഞ്ചേരി ഓൺ ദ സ്പോട്ട് ഉണ്ടായിരുന്നു. ഗിരീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂൺ അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ വരികൾ വരും. നന്നേ എന്ന് തന്നെ തെച്ചിപ്പോയെന്ന് വന്നിട്ടുണ്ടാവും. അതിനുവേണ്ടി ഒരു സെക്കൻഡ് പോലും സമയങ്ങളുണ്ടായില്ല. അത്ര സീരിയസ് ആയിട്ടുള്ള എനിക്ക് വളരെ അടുത്തറിയാവുന്ന. അതെ അതെ അതെ. അങ്ങനെ ഒരു മഹാനായിട്ടുള്ളൊരു അത്രയും ഇൻസ്റ്റന്റ് കവിത ഉണ്ടാക്കുന്ന ഒരാള് എനിക്ക് അധികം പരിചയമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുകയാണ്. അതെ അതെ. ഒരു ക്യാമറമാനൊക്കെ വായിച്ചാൽ പറയാം എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ക്യാമറ വെക്കേണ്ട പൊസിഷൻ വരെ ഇതിൻ്റെ അകത്ത് ഇയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത്ര ആംഗിൾ വരെ കൃത്യമായിട്ട് എടുത്തു. അങ്ങനെ സിനിമ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള നഷ്ടം സിനിമാ ലോകത്തിന് വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെയും കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മദ്രാസിൽ ചെന്നു. മദ്രാസിൽ ചെന്നതിൻ്റെ ഓർക്കസ്ട്രേഷനെല്ലാം കഴിഞ്ഞു. മദ്രാസിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റുഡിയോ VGP സ്റ്റുഡിയോയിലാണ് ഇത് റെക്കോർഡ് ചെയ്യണം. തലേദിവസം തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ എടുത്തു കഴിഞ്ഞു. വയലിൻസും കീബോർഡും സകല സാധനം എടുത്ത ശേഷം പിറ്റേ ദിവസം രാവിലെ 7 മണിക്കാണ്. ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡിയോ ഇല്ല. അപ്പോൾ 7 മണിക്ക് ഞങ്ങൾ ചിത്രയെ കൊണ്ട് പഠിക്കാൻ വേണ്ടി ചിത്ര അപ്പോൾ നേരത്തെ വന്നു. 7 മണിക്ക് തന്നെ വന്നു. ട്യൂണൊക്കെ പഠിച്ചു. 9 മണിക്കാണ് ദാസിയേട്ടനോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദാസിയേട്ടൻ 8 മണിയായപ്പോൾ തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രം ഒന്ന് പാടി ഒരു പല്ലവി അങ്ങോട്ട് പാടി വന്നപ്പോൾ തന്നെ ദാസിയേട്ടൻ വന്ന് ഞങ്ങളുടെ കൺസോളിൽ പുറകിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ദാസിയേട്ടൻ വന്നപ്പോൾ ആദ്യം ദാസിയേട്ടന് ചിത്രയായിട്ട് ഒരുപാട് പ്രോഗ്രാംസിന് ഒരുമിച്ച് കൂടി പാടിയിട്ടുണ്ട്. ചിത്ര എന്തോരം പാടും എന്നുള്ളത് ദാസിയേട്ടനും ബൈഹാർട്ട് അറിയാം. അവർ തമ്മിൽ അത്രയും ആത്മബന്ധമുണ്ട്. പക്ഷേ ഒരു റെക്കോർഡിങ്ങിന് ദാസിയേട്ടൻ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർമാരുടെ പുറകിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതെങ്കിൽ ചിത്രക്ക് ഒരു നെർവസ്നെസ്. അപ്പം ഇത് അടിച്ചു പൊളിച്ച് പാടണമെന്നൊക്കെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അത് അങ്ങനത്തെ ഒരു കാര്യം ഇത് രാഗത്തിലാണ് ചെയ്തതെങ്കിലും ഒരു അടിപൊളി പാട്ടാണുള്ളത്. പക്ഷേ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ചിത്ര എന്താണ് ചിത്ര നേരത്തെ പാടി പോലെ എത്ര ഫ്രീ ആണല്ലോ. അതെ ദാസിയേട്ടൻ നിങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഫ്രീ ആകാനാന്ന് പറഞ്ഞു. ഒരു പണി നിങ്ങൾ ഇങ്ങോട്ട് പുറകോട്ട് മാറും, ഞാൻ മ്യൂസിക് ഡയറക്ടറാകാം ദാസിയേട്ടൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കുഴപ്പമില്ല, സന്തോഷം. ഞാൻ ഇതിൽ പാടിയപ്പോൾ തന്നെ എൻ്റെ ട്യൂൺ എനിക്ക് മനസ്സിലായി. അദ്ദേഹം കമ്പ്യൂട്ടറാണല്ലോ. ഒറ്റ പ്രാവശ്യം 5 മിനിറ്റ് വേണ്ട ഒരു പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാസിയേട്ടൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അത് കേട്ട് ഇങ്ങനെയല്ലേ നിങ്ങളോട് ചോദിക്കും. അത് തന്നെ ഒരു കുഴപ്പമില്ല, കറക്റ്റാണെന്ന് പറഞ്ഞ്. അങ്ങനെ ദാസിയേട്ടനാണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ് ഞാൻ നീ മ്യൂസിക് ഡയറക്ടറെ കുപ്പായം അണിഞ്ഞെന്ന് ഇരിക്കട്ടെ ഉള്ള മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് അസലായിട്ട് ചിത്ര അങ്ങ് പാടി തീർത്തു. പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ദാസിയേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് പാട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പാട്ട് ഞാൻ ട്യൂൺ പഠിച്ചു കഴിഞ്ഞ് ലിറിക്കും കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പാടിയേ പോരെ എന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞു. അപ്പോൾ ദാസിയേട്ടൻ ഇതിൻ്റെ ഒരു രാഗവും ദാസിയേട്ടൻ പാടിയിരിക്കുന്നത് മുഴുവൻ ഈ രാഗത്തിൽ ആർദ്രമായ ഗാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെലഡി കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ദാസിയേട്ടാ കാര്യം ഇത് ഈ രാഗം ഇതാണെങ്കിൽ പോലും നമുക്ക് മെലഡി അല്ല വേണ്ടത്, ദാസിയേട്ടനിൽ നിന്ന് ഇപ്പോൾ ഒരു അടിപൊളിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അതെ അങ്ങനെയാണോ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ മടക്കി കൊത്തി ഒരു കാലൊക്കെ ഒന്ന് പൊക്കി അങ്ങനെ വെച്ചിട്ട് അടിച്ച് തകർത്ത് ഒറ്റ ടേക്കിൽ പാടി തീർത്താണ്. പാടി തീർത്തിട്ട് പറഞ്ഞ് ഇത് വെറുതെ ഒരു പാട്ടല്ല കേട്ടോ, ഇത് സാധാരണ ഇപ്പോൾ വർത്താനം മൂത്ത് പാട്ടാണ് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ,
അങ്ങനെയല്ല ഇതിൻ്റെ അകത്തൊരു ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഞാനിത് അടുത്ത പ്രോഗ്രാമിന് തന്നെ പാടുന്നു പറഞ്ഞിട്ട് പുള്ളി അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് എല്ലാ പ്രോഗ്രാമും പാടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് ജനിച്ച ഒരു പാട്ടാണ്. അത് തന്നെയാണ് ഇതിന്റെ ഭംഗി. അതെ, അതുകൊണ്ടാണ് ഇപ്പോൾ ആ പാട്ടിൻ്റെ ആ ഇൻവോൾവ്മെന്റ് എല്ലാവരും ചേർന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാരണമാണ് ഇപ്പോഴും നമുക്ക് പാടാൻ സാധിക്കുന്നത്.